ത്തിന്റെ ഇടയിൽപ്പെട്ട് മനുഷ്യജീവൻ എത്രയോ ദിവസം കൊണ്ട് അവിടെ അവസാനിക്കുന്നത് എത്ര എന്നുള്ളതിന് കണക്കില്ല. സാധാരണ രീതിയിൽ ഒരു യുദ്ധത്തിനൊരു നിയമമുണ്ട്, യുദ്ധ നിയമം. കാടത്തപരമാണ് യുദ്ധം, അതിൽ ആർക്കും തർക്കമില്ല. ലോകത്തിന്നേ വരെ യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കാര്യവും പൂർണ്ണമായി തീരുമാനത്തിലെത്തിയിട്ടില്ല. എത്ര ആയുധശക്തി ഉണ്ടായാലും ജനങ്ങളുടെ ഇച്ഛക്കപ്പുറം ആയുധമുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു നിർണായകമായ തീരുമാനവും ഉണ്ടായിട്ടില്ല. ആധുനിക സമൂഹത്തിൽ യുദ്ധം നടത്തി കീഴ്പ്പെടുത്തി ഒരു രാജ്യത്തെയും ഒരു ജനതയെയും പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത്, ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ പദം, കാടത്തപരമായ രീതിയിൽ സാമ്രാജ്യത്വ പിൻബലത്തോടുകൂടി ഇസ്രയേൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ, ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം പലസ്തീന്റെ ഒപ്പമാണ് ചേരുക. ആയുധശക്തി കൊണ്ട് മാത്രം യുദ്ധം ജയിക്കില്ല. ധാർമ്മികത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ധാർമ്മികത ഒരു ആശയവാദമല്ല. നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും ധരിക്കുക. അതൊരു ആശയവാദ ഒരു വ്യാഖ്യാനമായിട്ട് കാണേണ്ടതില്ല. ലോകത്തിന്റെ മുമ്പിൽ ശരിയെന്ന് കാണുന്ന, ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആശയങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കാതെ സർവാധിപത്യപരമായ രീതിയിൽ ഫാസിസത്തിന്റെ ഭാഗമായാലും സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായാലും അത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ ജനതയെ, ഒരു ലോക ജനതയെ അടക്കി ഭരിക്കാനാവുമെന്ന് ധരിക്കുന്നത് തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്. അമേരിക്കയുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ഈ രീതിയിലുള്ള സമരത്തിലേക്ക്, യുദ്ധത്തിലേക്ക്, ഈ പറയുന്ന പ്രഖ്യാപനത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കൻ ജനത, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലെ, കലാശാലകളിലെ ഏറ്റവും പ്രബുദ്ധരായ ജനവിഭാഗമാകെ ഒറ്റക്കെട്ടായിട്ട് ബൈഡനെതിരായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോ ബൈഡൻ തന്നെ ഒന്ന് പതറി. എന്നിട്ട് ഈ പറയുന്ന യുദ്ധ മുനമ്പിൽ നിന്ന് നിരപരാധികളായ ആളുകൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ അവർ തന്നെ ശക്തിയായിട്ട് എതിർത്തു. എന്ന് പറഞ്ഞാൽ വാചാ എതിർത്തു. പക്ഷേ അതിന്റെ വർഗപരമായ നിലപാടുകൊണ്ട് അത് ഇന്നത്തെ പത്രത്തിൽ നിങ്ങളെല്ലാം വായിച്ചു കാണും. 100,000 കോടി യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾക്ക് വേണ്ടി, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ 100 കോടിയോളം ഉറുപ്പികയുടെ ആയുധങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ പിന്താങ്ങുന്നില്ല എന്നല്ല, പിന്താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ, യുവതികൾ, യുവാക്കൾ അതിശക്തിയായിട്ട് പ്രതിഷേധിച്ചപ്പോ മുമ്പത്തെ പോലെ പച്ചയായി ഇസ്രയേലിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള മാനസിക പ്രയാസം കൃത്യമായിട്ട് അനുഭവിക്കുന്നത് നമ്മളെല്ലാം കാണുകയാണ്. എന്നാൽ പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാൻ അവരില്ല. ആയുധം കൊടു പിന്നോട്ടേക്ക് വരാൻ ഇസ്രയേലും തയ്യാറില്ല. പക്ഷം കുട്ടികളാണ്, സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറയെ ജനിപ്പിക്കാനുള്ള ശേഷിയുള്ള സ്ത്രീകളെ തന്നെ ഇല്ലാതാക്കാനാണ്. അപ്പോഴാണത് വംശഹത്യയാകുക. ആ വംശഹത്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആശുപത്രിക്ക് ബോംബിടുകയാണ്, അഭയാർത്ഥി ക്യാമ്പിന് ബോംബിടുകയാണ്, പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥിയുടെ നിരക്ക് ബോംബിടുകയാണ്. ഇതെല്ലാം യുദ്ധനീതിക്ക് വിരുദ്ധമാണ്. ആ യുദ്ധരീതിക്ക്, നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ക്രോസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കുകയാണ്.
യുഎൻഒവിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കുകയാണ്. ആരും ചോദിക്കാനും പറയാനുമില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നീതി. ഇന്ത്യ എല്ലാ കാലത്തും പാലസ്തീനു വേണ്ടി നിലകൊണ്ട പാലസ്തീൻ രാഷ്ട്രം രൂപപ്പെട്ടപ്പോ ഒരു രാജ്യവും അംഗീകരിക്കുന്നതിന് മുമ്പ് ആ മേഖലയിൽ നിന്ന് പുറത്ത് ആ പാലസ്തീനെ അംഗീകരിച്ച ഒരേ ഒരു രാജ്യം, ആദ്യത്തെ രാജ്യം ഈ ഇന്ത്യയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അറാഫത്ത് ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി അവരെ ആദരിക്കുകയുണ്ടായി, അവരെ അംഗീകരിക്കുകയുണ്ടായി. പൊരുതുന്ന ജനങ്ങളോട് ജനാധിപത്യപരമായ കൂറും ആഭിമുഖ്യവും അതിന്റെ ഭാഗമായിട്ട് ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് മുമ്പോട്ടേക്ക് പോയ ഒരു ഭരണ സംവിധാനം ലോകത്തിന്റെ മുമ്പിൽ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിലെ ആ ചിത്രം മുഴുവൻ മാറ്റി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കൊപ്പം, സാമ്രാജ്യത്വ സമീപനങ്ങൾക്കൊപ്പം ഇന്ത്യ ഇപ്പോഴും നിൽക്കാൻ തുടങ്ങി. അതോടുകൂടി പാകിസ്ഥാൻ അവിടെ പാലസ്തീനെതിരായിട്ട് വന്ന കടന്നാക്രമം, ആ കടന്നാക്രമത്തിന് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പരിപൂർണമായ പിന്തുണ. ഇവിടെയും ശക്തമത്തായ രീതിയിലുള്ള പാലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനം രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ട് വന്നപ്പോൾ ആദ്യം ചെയ്തതുപോലെ പ്രകോപനപരമായി ഗാസ മുനമ്പിലുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലി കടന്നാക്രമത്തെ ആദ്യം ചെയ്തതുപോലെ പൂർണ്ണമായി പിന്തുണക്കാൻ അവർക്കും പ്രയാസമായി. യുഎൻഒവിന്റെ ഭാഗമായി ജനറൽ കൌൺസിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർക്ക് പിന്നീട് വിട്ടുനിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. അമേരിക്ക പരിപൂർണമായിട്ട് വീറ്റോ ചെയ്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെ ഈ രാജ്യം, ഈ ലോകവും സാമ്രാജ്യത്വത്തിന്റെയും സിയോണിസ്റ്റുകളുടെയും ഈ നിലപാടിനെതിരായി വലിയ പ്രതിഷേധവും പ്രകടനവും എല്ലാം നടത്തി മുമ്പോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങ് പാലസ്തീനെതിരായിട്ട് അല്ലെങ്കിൽ വരുന്ന ഇസ്രയേൽ കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയിട്ട് എന്താ കാര്യം? ഇതൊരു സാമാന്യമായ ചോദ്യമാണ്. എത്രയോ കൊല്ലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. വിയറ്റ്നാമിനെതിരായി അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അതിനെ പ്രതിഷേധിക്കാൻ വിയറ്റ്നാം ജനങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് വിയറ്റ്നാം ഐക്യദാർഢ്യ പ്രകടനം ലോകത്തെമ്പാടും നടക്കുമ്പോൾ അന്നും ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. വിയറ്റ്നാമിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ യുദ്ധവെറിയെ ഈ കേരളത്തിൽ, ഈ തിരുവനന്തപുരത്ത്, ഈ കണ്ണൂരിൽ, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധിച്ചതുകൊണ്ട് എന്താ കാര്യം? ആ ചോദ്യത്തിന് ഉത്തരമായി, ആ ഉത്തരം ഈ ചോദ്യത്തിനും വ്യക്തമാണ്. ഉത്തരം ആയുധശക്തി കൊണ്ട് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, ഇത് ഇസ്രയേലിനെ മുൻനിർത്തിയിട്ടുള്ള കടന്നാക്രമമാണെങ്കിൽ, വിയറ്റ്നാമിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെതിരായി, ഭരണ സംവിധാനത്തിനെതിരായി, ഭരണകൂടത്തിനെതിരായി മറുഭാഗത്തു നിന്ന് വിയറ്റ്നാമിന്റെ ഒരു കഷണം ഉപയോഗിച്ച് അവരെ കൊന്നൊടുക്കാനാണ്, തകർക്കാനാണ്, ഇല്ലാതാക്കാനാണ് അന്നവർ യുദ്ധം ചെയ്തത്. അമേരിക്ക രാസായുധം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചതിന്റെ ഏതാണ്ട് അത്ര തന്നെ പല രീതിയിലുള്ള ബോംബുകൾ അവിടെ വർഷിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് വന്ന കണക്ക്. ഒരു ചെറിയ രാജ്യം, ആ രാജ്യത്തിന്റെ ജനതയെ കീഴ്പ്പെടുത്താൻ
രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പോലെയുള്ള ആയുധ സാമഗ്രികളാകെ ബോംബുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടും എന്തേ വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കക്ക് പിൻവാങ്ങേണ്ടി വന്നത്? എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടാണോ? ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. വിയറ്റ്നാം യോജിക്കുക ചെയ്തേ. വിയറ്റ്നാം ലോകത്തിലെ ഏറ്റവും പ്രബലമായ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട് വളരുക ചെയ്തേ. അതിന്റെ തന്നെ വേറൊരു പകപ്പാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പലസ്തീനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുക. അതിന് അമേരിക്കയുടെ പിന്തുണയാണ്, ഇസ്രയേലാണ് മുമ്പിൽ നിൽക്കുന്നത്. വിയറ്റ്നാമിനെതിരായിട്ട് ലോകത്തെമ്പാടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം അതിശക്തിമത്തായിട്ട് വന്നപ്പോൾ ആയുധത്തിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും ലോകത്തിൽ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അമേരിക്കക്ക് ഒരു കരാറ് പോലും ഉണ്ടാക്കാനാവാതെ ആ യുദ്ധമുഖത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് എന്നത് ലോക ചരിത്രം. അന്ന് പക്ഷെ ഒരു കാര്യം സാർവദേശീയ തലത്തിൽ പ്രത്യേകതയോടുകൂടി കാണാൻ നമുക്കാവണം. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അന്ന് സോവിയറ്റ് റഷ്യയും ജനകീയ ചൈനയും വിയറ്റ്നാമിനെ കൃത്യമായി സഹായിച്ചുകൊണ്ടിരുന്നു. യുദ്ധമുന്നണിയിൽ ഒരു റഷ്യൻ പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല, ഒരു ചൈനീസ് പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ചൈനയോട് റഷ്യയോട് സമദൂരത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാളോടും സഹായം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ രണ്ട് സൈന്യ വിഭാഗത്തെയും വിയറ്റ്നാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുമില്ല. ഇതൊരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അന്നത്തെ പശ്ചാത്തലത്തിൽ സോവിയറ്റ് റഷ്യയുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു, ചൈനയുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ധാർമ്മികമായ പിന്തുണയുണ്ടായിരുന്നു, മൂന്നാം ലോക രാജ്യങ്ങളുടെ പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഒരു കാര്യം, യുദ്ധശക്തികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് അനുകൂലമായ ഒരു സാർവദേശീയ പശ്ചാത്തലമുണ്ട്. അതാണ് ഈ ചെയ്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ വിയറ്റ്നാമിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ട് യുദ്ധത്തിന് വന്നപ്പോ ലോകത്തൊരു മഹാശക്തിയായി സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഒരു ക്യാമ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചിത്രം വളരെ വളരെ ദയനീയമായ ഒരു ചിത്രമാണ്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതെന്താ? തീവ്ര വലതുപക്ഷ ശക്തികൾക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക്, അത് കേവലമായ മുൻപ് പറയുന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ രീതിയിൽ മാത്രമല്ല, അതിന്റെ അപ്പുറം കടന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക്, അതുകൊണ്ടാണ് ആ പദം തന്നെ ഉപയോഗിക്കുന്നത്, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈയുള്ള ഒരു ലോക പശ്ചാത്തലമാണ്. അന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രം അതാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈയുള്ള ഒരു ലോകം. അത് അമേരിക്കയായാലും അതെ, ഇനിയിപ്പോ ഇന്ത്യയുടെ ഭാഗമായി പരിശോധിച്ചാലും അത് തന്നെയാണ്. ഫാസിസ്റ്റ് രാജ്യങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ചിത്രം അതാണ്. യുദ്ധ കൂട്ടുകെട്ടുകളുടെ ചിത്രം അതാണ്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇതെല്ലാം ചേർന്ന് വരുന്ന ആത്യന്തികമായിട്ട് നമ്മൾ കാണേണ്ടുന്ന വസ്തുത, തീവ്ര വലതുപക്ഷ ശക്തികൾക്കാണ് മുൻകൈ. അവരൊളിഞ്ഞും തെളിഞ്ഞും ഈ ശക്തികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ പലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ. അങ്ങനെ വരുമ്പോൾ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധം ആ ജനതയെ ഓരോന്നോരോന്നായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലം, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, പതിനായിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മരിച്ചു വീഴുന്ന കാലം, പരിക്ക് പറ്റിയവർ എവിടെയെല്ലാമാണ് ഇപ്പോൾ ഉള്ളത്, എത്ര ആളുകളാണ് ജീവിക്കുന്നത് എന്നതിന് പോലും കൃത്യമായ കണക്കില്ലാത്ത ഇന്നത്തെ ഒരു പരിസ്ഥിതി. ആ പരിസ്ഥിതി ലോകത്തെമ്പാടുമുള്ള യുവജനങ്ങളും
വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ശക്തമത്തായ പ്രക്ഷോഭങ്ങളിൽ ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഐക്യദാർഢ്യ പ്രസ്ഥാനത്തിന്റെ ഒപ്പം എല്ലാ കാലത്തും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പാലസ്തീൻ ജനതയുടെ താല്പര്യത്തിനു വേണ്ടി നിലകൊണ്ട ഇന്ത്യ, ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ട ഇന്ത്യ, അതിൽ നിന്ന് വ്യതിചലിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം ചേർന്ന് ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജനതയുടെ ചരിത്രപരമായ ദൌത്യം, ഒരു സംശയവും വേണ്ട, പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദയനീയമായ ഒരു ചിത്രമാണ് അവിടെയുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങളാണ് പടഞ്ഞു വീണ് മരിക്കുന്നത്. അവരാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ല, അവർക്ക് മരുന്ന് കൊടുക്കാനില്ല, അവരെ ചികിത്സിപ്പിക്കാനുള്ള ആശുപത്രിയില്ല. അതിദയനീയമായ ഒരു ചിത്രം. ഈ അതിദയനീയമായ ചിത്രത്തിന്റെ ഒപ്പമാണ് അവർ തീരുമാനിച്ചത്, ഈ നാട് പൂർണ്ണമായിട്ട് മോചിപ്പിക്കുന്നതുവരെ യുദ്ധം അതിവേഗം തുടരണമെന്ന് തീരുമാനിച്ച് കരയുദ്ധത്തിന് ഇപ്പോഴും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പയിൻ 22-ാം തീയതി വരെയുണ്ട്. കേരളത്തിലെ ഈ ക്യാമ്പയിൻ 22-ാം തീയതി നടക്കുമ്പോഴേക്ക് എന്തായിരിക്കും പലസ്തീന്റെ മേലെയുള്ള സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പോലും കഴിയില്ല. അവർ തീരുമാനിച്ചത് ആഴ്ചകൾ കൊണ്ട് ഇല്ലാതാക്കണം എന്നാണ്. ഒരു പ്രദേശം ഇല്ലാതാവണം എന്നാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ഉണ്ടാവരുത് എന്നാണ്. അവിടെ ഒരു മനുഷ്യനിനി ഇതിന്റെ ഭാഗമായിട്ട് ശബ്ദിക്കരുത് എന്നാണ്. അതിലേക്കാണ് കരയുദ്ധം നീങ്ങാൻ പോകുന്നത്. അതിലേക്കാണ് ആയുധവുമായിട്ട് ഇപ്പോൾ അമേരിക്ക സഹായം നൽകി മുന്നോട്ടേക്ക് പോകുന്നത്. അവിടെ തന്നെയാണ് ഈ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നത്. ഈ സാഹചര്യത്തിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, പാലസ്തീൻ ജനങ്ങൾക്ക് നേരെ വരുന്ന കടന്നാക്രമം നമ്മുടെ ഓരോരുത്തരുടെയും മേലെ പതിക്കുന്ന കടന്നാക്രമ ഭീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെയാകെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പാലസ്തീന് അനുകൂലമായ ഒരു നിലപാട് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്കെല്ലാം അണിചേരേണ്ടതായിട്ടുണ്ട്. ഇതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമുക്ക്. ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുധവും പണവും കൊണ്ട് ലോകത്തെ മുഴുവൻ കെട്ടിയിടാൻ സാധിക്കുന്ന ശേഷിയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എവിടെയായാലും ഇറാൻ ഉൾപ്പെടെയുള്ള ഓരോന്നിന്റെയും മേലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആയുധം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതേ നിലപാടിലേക്ക് തന്നെ ഈ രാജ്യത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പാലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യവും രണ്ട് രാജ്യം അംഗീകരിക്കണമെന്ന 1948-ലെ യുഎൻഒവിന്റെ പ്രമേയവും രാജ്യം അംഗീകരിച്ച നിലപാടും ഈ രണ്ടിനെയും നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ഒന്നിനെ അവസാനിപ്പിക്കുക എന്ന നിലപാടിന് ഈ ലോകം മുഴുവൻ എതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്തിലെ ജനത ഒറ്റക്കെട്ടായി പാലസ്തീനെ നിലപാടുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ രണ്ട് മേഖലയിലായിട്ട് വിഭജിക്കപ്പെട്ട ആ പ്രദേശത്തിന്റെ ഒരു മേഖല പൂർണ്ണമായി കൈയടക്കുന്ന ഈ ഫാസിസ്റ്റ് രീതിയെ, അതിനെ അങ്ങനെയേ പറയാൻ സാധിക്കുള്ളൂ. ഈ ഫാസിസ്റ്റ് രീതിയെ, ഇസ്രയേലിന്റെ കടന്നാക്രമത്തെ, സാമ്രാജ്യത്വപരമായ സമീപനത്തെ അതിശക്തിയായിട്ട് നമുക്ക് എതിർത്ത് പരാജയപ്പെടുത്താനുള്ള മാനസികമായ കരുത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാനാവണം. ആ തരത്തിൽ ഈ ഐക്യദാർഢ്യം ഇപ്പോഴിനി എല്ലാ ജില്ലയിലും ഇന്ന് 16-ാം തീയതി ഇവിടെ തുടങ്ങുകയാണ്. നല്ല മഴയായി. ഈ മഴ ഉണ്ടായിട്ടും നിങ്ങളെല്ലാം വന്നിരിക്കുന്നു എന്നുള്ളത് സാമ്രാജ്യത്വത്തോടുള്ള അതിശക്തിയായിട്ടുള്ള വെറുപ്പ്, പലസ്തീൻ ജനതയോടുള്ള കൃത്യമായ ഹൃദയ വായ്പ്, അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. നമുക്കിത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. 22-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയായാലും വെയിലായാലും ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ പ്രകടനം നടത്തണമെന്ന് യുവജന പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും മഹിളാ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി തീരുമാനിച്ച് ഈ പരിപാടി ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാം ചേർന്ന് ഈ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള ഇസ്രയേലി കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ അവിടെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ വേദന എന്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും വേദനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹണത്തിൽ ചേർന്ന
നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ഷാജിയൻ കരുൺ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ അധ്യക്ഷ ശ്രീജ, സ്വാഗതം പറഞ്ഞ അഭിഷേകം, ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെയൊക്കെ സ്നേഹമുള്ള പൂർണ്ണ മാഷം, ശ്രീമതി ടീച്ചർ, സുജാത, സുസൻ കോടി, മറ്റ് സ്നേഹിതരെ, ഒരർത്ഥത്തിൽ ഒരു കലാകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരനായിട്ടോ ഒക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഇന്നിപ്പം ലോകത്ത് പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെയൊക്കെ ഈ ഗൂഗിള്, അതുപോലെ തന്നെയുള്ള ഓൺലൈൻ മീഡിയകൾ, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അവരൊക്കെ തന്നെ നമ്മൾ എത്ര കണ്ട് ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരുപാട് വേദനകൾ, നേരത്തെ ഗോവിന്ദമാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാലഘട്ടങ്ങൾ മുമ്പോട്ട് പോകുമ്പം പണ്ട് വേദന മനുഷ്യത്വത്തെ നിർവചിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇന്നിപ്പം വേദന മനുഷ്യത്വത്തെ എത്ര കണ്ട് ഭംഗിയിൽ അത് നിർവചിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പം അത് മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലാത്ത രീതിയിലേക്ക് കാലഘട്ടത്തിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ പാലസ്തീൻ ജനതയുടെ വേദനകൾ നമ്മൾ എത്ര കണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാലഘട്ടം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്ത് കാരണത്താലാണ് നമ്മളത് മറന്നു പോയത് എന്നുള്ളത്. ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും നല്ല വലിയൊരു ഫെസ്റ്റിവല് ഫ്രാൻസിൽ നടക്കുകയാണ്. പല ഫിലിം മേക്കേഴ്സും ഒരർത്ഥത്തിൽ അവിടെ പടങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ല. അയച്ചു കൊടുക്കാതിരിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നിരിക്കുന്നത് പടം ഇല്ല എന്നുള്ളതാണ്. അതല്ല, ഈ യുദ്ധത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ചിത്രങ്ങൾ പോലും അയച്ചു കൊടുക്കാതിരിക്കുന്നിട്ടുള്ളത്. അപ്പം പല സ്ഥലത്തും നമ്മൾ അറിയാതെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മീഡിയ എന്ന് പറയുന്നത് അവർ അത് ഉപയോഗിക്കുന്ന വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് മനുഷ്യത്വം എന്ന വാക്ക് കലയിൽ നിന്ന് എടുത്തു കളയുമ്പം ഒരു കല എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ അടിത്തറയാണ്. ഒരുപാട് കലാകാരന്മാർ വാസ്തവത്തിൽ ഇന്നിപ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ലോകത്തിലെ വേദനകൾ, ഇപ്പം നേരത്തെ മാഷ സൂചിപ്പിച്ച പോലെ തന്നെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ വേദന അതിൻ്റെ ചിത്രത്തിൽ കൂടി കാണുന്നത് നഗ്നയായ ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നതാണ്, ഒരു ബോംബിടുന്നത്. അപ്പം കൈയും കാലും ദേഹവും അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു കുടുംബം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ഒരു വികൃതമായ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒരു കുടുംബം എന്ന് പറയുന്ന അർത്ഥത്തിന് മനുഷ്യത്വമില്ലാത്തൊരു കുടുംബം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിത്തറ എന്ന് പറയുന്നത് കലയെ ചോദിക്കുകയും സംസ്കാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യനാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ മനുഷ്യത്വം എന്ന നിർവചനം പലപ്പോഴും കലാകാരന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ പാലസ്തീനിലുള്ള പല ചലച്ചിത്രകാരന്മാരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പലതും കാണിക്കണം എന്ന് സൂചിപ്പിച്ചു നമ്മളോട് എത്തുമ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് വേണ്ട എന്ന് നമ്മളോട് പറയുന്നത്. അപ്പം ഒരാളുടെ വേദന നമുക്ക് അനുഭവിക്കാൻ ഒരുപക്ഷെ ചലച്ചിത്രമായിരിക്കും ലോകത്ത് ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം ഒക്കെ ഒരുപക്ഷെ അവരുടെ വേദനകൾ കുറിച്ചിട്ടത് കൊണ്ടായിരിക്കാം മൂന്നാമതൊരു ലോകയുദ്ധം നമുക്ക്
ഇല്ലാതെ വന്നത്. പക്ഷെ മൂന്നാമത്തെ ലോകയുദ്ധം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദനകൾ കൂട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ വേദനകൾ ഏറ്റവും അധികം നിലയിൽ അല്ലെങ്കിൽ വേദനയുടെ മുകളിലുള്ള വേദനയായിട്ട് മാറുമ്പോൾ അത് ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഈ ലോകം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇരുട്ടിൻ്റെ രൂപത്തിലേക്കാണ് ഇന്ന് മീഡിയയും അല്ലെങ്കിൽ ഓൺലൈനും അതല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന പല പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരാൻ വിധിക്കപ്പെട്ട സത്യം പറഞ്ഞു തരാൻ വിധിക്കപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗ്യതയുള്ള വ്യക്തികൾ ഇന്ന് മിണ്ടാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് മാറുന്നത്. അപ്പം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത്. ഒന്ന് മനുഷ്യത്വം, ഒന്ന് നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ മനുഷ്യൻ എന്തിന് കുടുംബം ഉണ്ടാക്കി, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തൊക്കെ യോഗ്യതകളുണ്ട്, കുടുംബം എന്തിന് എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച മനുഷ്യത്വത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അതല്ലെങ്കിൽ ഒരു വീടും ആ കുടുംബവും അത് ചിഹ്നമാക്കുകയും ഒരു വ്യക്തിയായിട്ട് മാറ്റുകയും അവരുടെ അറിവുകൾ വാസ്തവത്തിൽ അല്ലെങ്കിൽ അവരനുഭവിച്ച വേദനകൾ നമ്മളിലേക്ക് പകരാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ്. നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാലസ്തീൻ ജനതയ്ക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വേദന ഇവിടെ പങ്കിടുമ്പോൾ അതുപോലെ ഒരുപാട് ജനതകൾ ലോകത്ത് ചുറ്റുമുണ്ട്. പക്ഷെ അതേസമയം അത് ആ വേദനകൾ തിരിച്ചറിയാത്ത ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ, നമ്മുടെ ഇന്നത്തെ മോഡിയുടെ സർക്കാർ അത് എത്ര കണ്ട് വ്യക്തതയോടുകൂടിയാണ് നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കത് തിരിച്ചറിയാനുള്ള മനസ്സ് തീർച്ചയായിട്ടും ഒട്ടും ഒരുപക്ഷെ ഒരു സെൻസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത് മനസ്സ് മനുഷ്യൻ സെൻസിറ്റീവ് ആകുമ്പോഴാണ് സംസ്കാരം ഉണ്ടാകുന്നത്. സംസ്കാരമില്ലാത്ത ഈ രാജ്യത്തിൻ്റെ ഒരർത്ഥത്തിൽ മോഡി നമുക്ക് തന്നിട്ടുള്ളത് ആ സംസ്കാരമാണ്. അതിനെതിരായിട്ട് നമ്മൾ കലാകാരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മനുഷ്യത്വത്തെയും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരു സന്ദർഭമായിട്ട് കരുതിക്കൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ പെരുമാറുന്നു. നന്ദി, നമസ്കാരം. പൊതുയോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാരാധ്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാലസ്തീൻ അമ്മമാരോടും മക്കളോടുമുള്ള ഈ ഐക്യത്തിൽ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്ന് കൊള്ളുന്നതെപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പാലസ്തീൻ നടക്കുന്ന ഈ അധിനിവേശം നടക്കുന്ന കാലത്ത് പത്രങ്ങളിലെല്ലാം ഒരു കാർട്ടൂൺ ബാലന്റെ ചിത്രം വന്നിരുന്നു. അവന്റെ പേര് ഹാൻഡല എന്നാണ് കൊടുത്തത്. ഹാൻഡല നാജി അൽ അലി എന്ന പാലസ്തീൻ കാർട്ടൂണിസ്റ്റ് 1967 ജയിലിന്റെ ചുവരിൽ വരച്ചു വെച്ചതാണ് ഈ ഹാൻഡല എന്ന കാർട്ടൂൺ ബാലൻ. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ കാണാൻ കഴിയും. ഒരു കുട്ടി ഇങ്ങനെ പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ്. അവന്റെ പിൻഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അവനിങ്ങനെ മുന്നിൽ നോക്കുമ്പോൾ യുദ്ധത്തിന്റെ പുക ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ ധൈര്യമായി ഇങ്ങനെ കൈകെട്ടി നിസ്സഹായനായി നോക്കി നിൽക്കുന്ന 1967 ഹാൻഡലയുടെ അതേ അവസ്ഥയിൽ അതിനേക്കാൾ ദുരന്ത സമ്പൂർണമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലം. യുദ്ധാനന്തര ചിത്രങ്ങളുടെ എല്ലാം സ്വഭാവം ഒന്ന് തന്നെ അറിയാം. നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നത് ഏത് യുദ്ധത്തിലും ഒന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെ അധികരിച്ചുകൊണ്ട് ആ കാലത്തെ അമ്മമാരും മക്കളും അനുഭവിച്ച ദുഃഖത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ ബാഗ്ദാദ് എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലുന്നു. ബാഗ്ദാദ് മണല് മണല് കരിഞ്ഞു പറക്കും നെന്ദ്ര കാക്ക
കാക്ക മലർന്നു പറക്കുന്നു, മണല് കരിഞ്ഞു പെറുക്കും നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ, താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിളനാമ്പു കരിഞ്ഞു, ആരവമില്ലാതവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു, അരികില് അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിനോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്, പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. തെരുവിനോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്, പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം, എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട തളിർത്ത മൊഴി. സൂര്യനെ വെല്ലും കാന്തിയെഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം, കീറിപ്പരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷ്യത്രിൻ ക്രൗര്യമുഖം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി ഒരു ബാല്യം, നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം, നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു, പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു, പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു. കരയാതരികിലിരുന്നുമ്മ ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ, കരയാതരികിലിരുന്നുമ്മ ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ദൂരെയിരുന്നവർ ചോദിച്ചു, ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക. ചൂടുകിനാക്കൾ നൽകാം നീ നിൻ പേരും വേരും ഉപേക്ഷിക്ക. അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനി തിന്നാൻ തന്നിടും. രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേത കൂട്ടുപകർത്തിയിടും. അഗ്നി എറിഞ്ഞു കുടങ്ങളുടഞ്ഞു കടൽപൂതങ്ങൾ ഉറഞ്ഞിടും. നട്ടു നനച്ചൊരു സംസ്കാര തരുവെട്ടി ചിതനിര തീർത്തിയിടും. തണലു തരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന്.
പകരം നൽകാം സ്വപ്ന സുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം. പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. കത്തും കണ്ണു കലങ്ങീല മൊഴിമുത്തും ഒരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരകത്തീ മഴയേറ്റിടാം. കത്തും കണ്ണു കലങ്ങീല മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരക തീ മഴയേറ്റിടാം. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനുമാത്മാവും. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനുമാത്മാവും. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദ് ദുശാസന കേളിയിൽ കുന്തലഴിഞ്ഞ സഭാപർവം. ഇതു ഗാന്ധാരി 1000 അരുമക്കുരുതിയിൽ അന്ധതയാർന്ന മനം. ഇത് കോവലപത്നി മുറിച്ച മുലപ്പാടഗ്നിയരിച്ച മഹാചരിതം. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അറബി കഥയിലെ ബാഗ്ദാദ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൗ പി കെ ശ്രീമതി ടീച്ചർ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ സഖാവ് ശ്രീജ ഷൈൽദേവ്, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനും സമാദരണീയനുമായ CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ, പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ MLA, അധ്യക്ഷവേദിയിലിരിക്കുന്ന നമ്മുടെ 3 പ്രസ്ഥാനങ്ങളുടെയും DYFI, മഹിളാ അസോസിയേഷൻ, SFI സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷാജി കരുൺ, പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിന് ഏതായാലും മുതിരുന്നില്ല. കാരണം വളരെ സംക്ഷിപ്തമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ പാലസ്തീൻ്റെ പ്രശ്നം എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതും പാലസ്തീൻ എന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാലസ്തീൻ അധിനിവേശത്തിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിലും അമേരിക്കയിൽ ഉൾപ്പെടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തെ സംബന്ധിച്ചുമെല്ലാം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു 1947 വരെ പാലസ്തീൻ. ഇന്ത്യയോട് ചെയ്തതുപോലെ തന്നെ പാലസ്തീനോടും ബ്രിട്ടീഷുകാർ ചെയ്തത് ഒരു ചതിയായിരുന്നു. ആ രാജ്യത്തെ വിഭജിച്ച് യഹൂദന്മാർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് ഇസ്രായേലും കൂടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആ കാലഘട്ടം മുതൽക്ക് തന്നെ പാലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അതിൻ്റെ മൂർധന്യഘട്ടത്തിൽ എത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്.
ഈ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ ആക്രമണം, അതിലൂടെ 40,000-40,000-ഓളം നിരപരാധികളായിട്ടുള്ള മനുഷ്യർ, അതിലേറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ, ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം സ്ത്രീകൾ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ലോകത്തിൻ്റെ മുൻപിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ഉത്കണ്ഠയും തീനാളവുമായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ എന്നേ പ്രഖ്യാപിക്കേണ്ടതാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഈ രൂപത്തിലുള്ള നിഷ്ഠൂരമായ ആക്രമണവും കൊലപാതകവും അനുദിനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കെൽപ്പില്ലാത്തൊരു സ്ഥിതിയിലേക്ക് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകരാഷ്ട്രങ്ങളെ ആകെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീടുകൾക്ക് നേരെയാണ് ആക്രമണം. ഒരു യുദ്ധഭൂമി എന്ന് പഠിക്കുന്ന സ്കൂളിൽ ബോംബാണ് അവിടെയെങ്കിലൊക്കെ നടക്കുന്നത്. തീർച്ചയായും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മനുഷ്യരുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടിയിരിക്കുന്നത്. മനുഷ്യത്വം മരവിച്ചവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അമേരിക്കയുടെ നിലപാട്, ഇസ്രായേലിന്റെ നിലപാട്, ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നിലപാടിലൂടെ നാം കാണുന്നത്. എന്നാൽ മാഷ് പറഞ്ഞതുപോലെ എപ്പോഴാണ്, ഇനി എത്ര ദിവസം കൊണ്ടാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന സ്വന്തം പിറന്ന നാടിനു വേണ്ടി പൊരുതുന്ന ആ മനുഷ്യരെ ആകെ ഉന്മൂലനം ചെയ്ത് പാലസ്തീൻ പൂർണ്ണമായി ഇവരെപ്പോഴാണ് പിടിച്ചടക്കുക എന്നിടത്തേക്കാണ് എത്തിയിട്ടുള്ളത്? ഇത് വളരെ വളരെ ക്രൂരവും ഹൃദയഭേദകവുമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ, പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള രോഷം ഉയർന്നു വരേണ്ടുന്ന ഈ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും 22-ാം തീയതി വരെ എന്നും എക്കാലവും യുദ്ധത്തിനെതിരെ പൊരുതിയ ചരിത്രമുള്ള പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ യുവജന പ്രസ്ഥാനവും ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഒപ്പം വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയും ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ പ്രതികൂലമായ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ, പെട്ടെന്നാണ് അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് വന്നത്. മഴയെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ വലിയൊരു മൊബിലൈസേഷൻ എല്ലാവരും വലിയ രീതിയിലാണ് വരാൻ ആഗ്രഹിച്ചതെങ്കിലും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ രൂപത്തിൽ എത്താതിരുന്നതിന് കാരണം അതുകൊണ്ടാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ കനത്ത മഴയിലും ഇപ്പോഴാണ് ഇന്ന് ചോർന്ന് കിട്ടിയത്. എത്ര ആളുകളാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തത്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ എല്ലാം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പാലസ്തീൻ ജനത, പിറന്ന മണ്ണിന് വേണ്ടി പൊരുതുന്ന പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകം അറിയട്ടെ നമ്മുടെ നിലപാട്. അതിന് മാത്രം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് മഹിളാ അസോസിയേഷന്റെ പ്രത്യേകമായ അഭിവാദ്യം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വസീഫ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തു. പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും SFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി, പലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ രാജ്യം നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്നെല്ലാം വിഭിന്നമായി സാമ്രാജ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ അമേരിക്ക എടുക്കുന്ന അതേ നിലപാട്
എടുക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഇവിടെ മാഷ് സൂചിപ്പിച്ചു, 100 കോടി ഡോളറിനാണ് അമേരിക്ക ആയുധം കൊടുക്കുന്നത് ഇസ്രായേലിന് ഈ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ. 35,233 മനുഷ്യർ മരിച്ചു വീണ ഇസ്രായേൽ മരിച്ചു വീണ പലസ്തീനിലേക്ക് വീണ്ടും ആയുധം എത്തിച്ചു കൊടുക്കാൻ, ഇസ്രായേലിന് ശക്തി പകരാൻ അമേരിക്ക പരിശ്രമിക്കുന്ന സമയത്ത് ലോകത്താകെ യുദ്ധവിരുദ്ധ റാലികളും സമാധാന റാലികളും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ സാമ്രാജ്യത്വത്തിനും യുദ്ധത്തിനുമെതിരെയെല്ലാം ശബ്ദമുയരേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഉൾപ്പെടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം, ഇവിടെ ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് ഈ രാജ്യം അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു മറുപടി തന്നെയാണ്, അതിനൊരു ഉത്തരം തന്നെയാണ് ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന യുദ്ധവിരുദ്ധ റാലികളെല്ലാം. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ നേരത്തെ അനുശ്രീയോട് സംസാരിക്കുകയായിരുന്നു. ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു പേര് കലോത്സവത്തിന് ഷിജു കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് പേരിട്ടു. അത് വലിയ ചർച്ചയായത് അഡ്വൈറ്റ് സെയ്ദിന്റെ ഒരു പ്രയോഗത്തെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചെറുത്തുനിൽപ്പിന് ജനകീയ പോരാട്ടത്തിന് അന്ന് അവർ കൊടുത്ത ഒരു പേര് അഡ്വൈറ്റ് സെയ്ദോ മറ്റും. ആ പേര് കലോത്സവത്തിന് കൊടുക്കാൻ പോലും ആലോചിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെ എതിർക്കുന്നവരുമുണ്ട് ഇതേ നാട്ടിൽ. അതിനെതിരെ വലിയ രീതിയിൽ വലിയ ചർച്ചയുണ്ടാക്കിയ ഈ നാട്ടിൽ നമുക്കുറക്കെ പറയാൻ സാധിക്കും, ഇത് ഈ രാജ്യത്തെ പിഞ്ചോമനകൾക്ക് വേണ്ടി, ലോകത്തെ പിഞ്ചോമനകൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം നമ്മുടെ എല്ലാം ലക്ഷ്യം. അവർക്ക് വേണ്ടിയുള്ള, സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദമാവണം നമ്മൾ എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ആ കൂട്ടായ്മ വളർന്ന് പന്തലിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. SFI സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അനുശ്രീ യോഗത്തെ അഭിസംബോധന ചെയ്തു. വേദിയിലിരിക്കുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സഖാക്കളെ, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, ഇന്നു മുതൽ 22-ാം തീയതി വരെ കേരള സംസ്ഥാനത്തിനകത്ത് ഡിവൈഎഫ്ഐയും SFI മഹിളാ സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐക്യദാർഢ്യ റാലിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായൊന്നും സൂചിപ്പിക്കാനില്ല. കേവല വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മളിതാ അതിരുകൾക്കപ്പുറത്തുള്ള മനുഷ്യന്റെ വേദനയെക്കുറിച്ച് സംസാരിക്കാനാണ് ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാ കാലങ്ങളിലെയും പോലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ വിമോചന സ്വപ്നങ്ങളെ ഹൃദയവികാരം പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം, നമ്മൾ ഓരോരുത്തരും, വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ ഓരോരുത്തരും ഈ നാടിന്റെ ചരിത്രത്തെ അഭിവാദ്യം ചെയ്ത് കടന്നു വന്നിട്ടുള്ളത്. പാലസ്തീൻ പൊള്ളുന്ന സമയങ്ങളിലൊക്കെയും, കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന സമയങ്ങളിലൊക്കെയും നിരുപാധികം പാലസ്തീനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതു ഭാഗത്ത് ചേരണമെന്നറിയാതെ നിസ്സംഗതിയോടെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ബുദ്ധിജീവികളോടടക്കം രാജ്യത്തിന്റെ, ലോകത്തിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത് നിരുപാധികം നിസ്സംശയം ഞങ്ങൾ പാലസ്തീനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മണിപ്പൂരിനകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ രാജ്യത്ത് വർഗീയത ഏറ്റവും നന്നായി അതിന്റെ വിഷപ്പല്ലുകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയിട്ട് രാജ്യത്ത് നടപ്പിലാക്കുന്ന ഘട്ടത്ത്, ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ യുദ്ധങ്ങൾ നടത്തുന്ന സമയത്ത് മേൽവിലാസങ്ങളില്ലാതെ പലായനം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് സംസാരിക്കാനും ഉയർത്തിപ്പിടിച്ച പന്തവുമായിട്ട് തെരുവോരങ്ങളിൽ ജനങ്ങളോട് സംവദിക്കാനും കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഏറെയൊന്നും സൂചിപ്പിക്കാനില്ല. ഈ മഴയത്തും ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് അപ്പുറത്തുള്ള ഒരു വട്ടം പോലും കാണാതെ മനുഷ്യന്റെ പ്രയാസത്തെക്കുറിച്ചാണ് എന്നതാണ് ഈ നാടിനകത്ത് നമ്മളെ ഓരോരുത്തരെയും മാറ്റി നിർത്തുന്നത്. അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ആ രാഷ്ട്രീയം ജനങ്ങളോട് സംവദിക്കുന്നത്. പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്, ശവകൂമ്പാരങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വിലപിക്കുന്ന അമ്മമാരെ കുറിച്ച്, ഇങ്ങനെ അറ്റുപോയ കൈകളിൽ ചികിത്സ ലഭിക്കാതെ ചോര വാർന്നു മരിച്ചുപോയ നിരവധിയായിട്ടുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ നമ്മൾ ഇതാ സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നാടെന്ന് ചോദിക്കുമ്പോൾ വെള്ളവും വെളിച്ചവും ഇല്ലാതെ നീരിറക്കാൻ ചാവുകടലിലെ ചോരയല്ലാതെ മറ്റൊന്നും അവശേഷിക്കാതെ ഗാസിയാണ് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മനുഷ്യരെ
ചേർത്ത് നിർത്താൻ ഇനിയും ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്, അത് നമ്മുടെ രാഷ്ട്രീയ കർത്തവ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് യുദ്ധങ്ങൾക്കെതിരായി, കലാപങ്ങൾക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൽ ഇനിയും അഭിസംബോധന ചെയ്ത് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CS സുജാത, സഖാവ് സംസ്ഥാന പ്രസിഡന്റ് സഖാവ് സൂസൻ ഗോഡി ഉൾപ്പെടെയുള്ള മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐ സഖാവ് PK ശ്യാമള ടീച്ചർ ഉൾപ്പെടെയുള്ള മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതാക്കന്മാരുണ്ട്. പക്ഷേ നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ സംസാരിച്ച സഖാക്കൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇങ്ങ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും കൂട്ടായി സംസാരിക്കുവാനും കൂട്ടായി സ്വരമുയർത്തുവാനും കൂട്ടായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ നാട് ഉണർന്നു വന്നിട്ടുണ്ട്. വരുന്ന ദിനങ്ങളിൽ നമ്മുടെ പ്രതിഷേധവും അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ വാക്കുകളും ശക്തമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തെ നന്ദി അറിയിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ SFIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ആദർശിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഐക്യദാർഢ്യ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീജ ഷൈജുദേവ്, ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാർ, DYFI, SFI, മഹിളാ അസോസിയേഷൻ എന്നിവയുടെ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ തുടങ്ങി ഇവിടെ പങ്കെടുത്ത വേദിയിലും സദസ്സിലും ഉള്ള മുഴുവൻ സഖാക്കൾക്കും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുക. യോഗ നടപടികൾ അവസാനിച്ചു.